കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. കോഴിക്കോട് DCC ഓഫീസ് നിർമ്മാണത്തിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നത് കെ പി സി സി നേതൃത്വത്തിന് പരാതി. കോഴിക്കോട് നിന്നുള്ള KPCC ജനറൽ സെക്രട്ടറിയും 2 DCC ഭാരവാഹികളും ചേർന്ന് ക്രമക്കേട് നടത്തിയെന്നാണ് ആരോപണം. KPCC നേതൃത്വത്തിന് കൈമാറിയ പരാതിയുടെ പകർപ്പ് കൈരളി ന്യൂസ് ഇതാ പുറത്തുവിടുന്നു. DCC ഓഫീസ് നിർമ്മാണ ഫണ്ട് വകമാറ്റിയ 3 പേർ ചേർന്ന് ആഡംബര വാഹനങ്ങൾ വാങ്ങിയെന്നും പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി നിർഭൻ ചക്രവർത്തി ചേർന്നു. നിർഭൻ, എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്? ആർക്കൊക്കെയാണ് എതിരെ ആരോപണം? അജംഷാദ്, നേരത്തെ തന്നെ കോഴിക്കോട് കോൺഗ്രസിൻ്റെ DCC ഓഫീസിൻ്റെ ഉദ്ഘാടനം വലിയ തരത്തിൽ വിവാദമായതാണ്. അത് പ്രേക്ഷകർക്കും ജനങ്ങൾക്കും നമുക്ക് അജംഷാദിനും അറിയാവുന്ന കാര്യമാണ്. വലിയ തരത്തിൽ വിവാദമായിരുന്നു, വലിയ ട്രോളായി മാറി. ഈ ഫോട്ടോയിലേക്ക് പതിയുന്നതിന് വേണ്ടി നേതാക്കൾ പരസ്പരം ഇടിച്ചു കയറുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. പക്ഷേ അതിൽ നിന്ന് വലിയ ഗൗരവതരമായ അഴിമതി കൂടി DCC ഓഫീസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന ഞെട്ടിക്കുന്ന ഗൗരവതരമായ വാർത്തയാണ് ഈ നിമിഷം കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. നിർഭൻ, ഒരു മിനിറ്റ്, ഞാൻ ഇന്ററപ്റ്റ് ചെയ്യല്ല. ആ പരാതിയുടെ പകർപ്പ് നമ്മൾ പുറത്തുവിടുകയാണ്. അതുകൂടി ഒന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക്, ആ പരാതിയുടെ പകർപ്പിലേക്ക്. തീർച്ചയായും KPCC ജനറൽ സെക്രട്ടറിയും DCC അംഗങ്ങളുമാണ് പണം തട്ടിയത്. അത് ചൂണ്ടിക്കാണിച്ചുള്ള പരാതിയുടെ പകർപ്പാണ് ഇപ്പോൾ നാം കാണുന്നത്. വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി തുടർന്നും ചേരുകയാണ്. നിർഭൻ, അങ്ങനെ പോയാൽ, അതായത് ഈ തള്ള് നടത്തിയതും അതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം കോൺഗ്രസിനുള്ളിൽ തന്നെ നേതൃതലത്തിലെത്തിയതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലമുണ്ട്. എന്തായിരുന്നാലും ഇപ്പോഴത്തെ ഈ വിവാദങ്ങളിൽ ആരോപണ വിധേയരാകുന്നത് ആരൊക്കെയാണ്? എന്തൊക്കെയാണ് ഈ പരാതിയിലെ പ്രധാന ഘടകങ്ങൾ? 3 നേതാക്കൾക്കെതിരെയാണ് പ്രധാനമായി ആരോപണത്തിൽ ഈ പരാതിയിൽ പറയുന്നത്. ആ പരാതിയുടെ ഒരു പ്രസക്തമായ ഭാഗം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി വായിക്കാം. കോഴിക്കോട് അതിൻ്റെ തുടങ്ങുന്നത് KPCC അധ്യക്ഷന് ആണ് ഈ പരാതി രേഖാമൂലം നൽകിയിട്ടുള്ളത്. ആ പരാതിയുടെ പകർപ്പാണ് കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷൻ ശ്രീ K. സുധാകരൻ അറിയുന്നതിന് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ചിരകാല സ്വപ്നമായിരുന്ന DCC ഓഫീസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണല്ലോ. നമ്മുടെ നേതാക്കൾ തമ്മിൽ ക്യാമറകൾ പടം പതിയുന്നതിന് വേണ്ടി ഉദ്ഘാടന ദിവസം നടത്തിയ തിക്കും തിരക്കും ഒരുപാട് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. അതിനേക്കാൾ ഗൗരവമുള്ള ഒരു വിഷയം അങ്ങയോട് ബോധിപ്പിക്കുന്നതിനാണ് ഈ സന്ദേശം കൈമാറുന്നത്. DCC ഓഫീസിൻ്റെ നിർമ്മാണത്തിനായി കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകരുടെ അക്ഷീണ പ്രയത്നം കൊണ്ട് പിരിച്ചെടുത്തത്. എന്നാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തോട് ഒരു കൂറും പുലർത്താത്ത അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ സ്വാധീനിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന 3 നേതാക്കൾ ചേർന്ന് DCC ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ നിന്ന് വൻ ക്രമക്കേട് നടത്തിയിരിക്കുകയാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇങ്ങനെ കൈവശപ്പെടുത്തിയ പണം ഉപയോഗിച്ച് ആ 3 പേർ ഒരേ സമയം 3 ആഡംബര വാഹനങ്ങൾ അടുത്തിടെ വാങ്ങിയിട്ടുണ്ട്. അങ്ങ് കോഴിക്കോടുള്ള ഭാരവാഹികളെ കൊണ്ട് അന്വേഷിച്ചാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായി കിട്ടും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൗത്ത് സീറ്റിന് വേണ്ടി കടിപിടി കൂടുന്ന ഒരു KPCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പാർട്ടിയുടെ ജില്ലയിലെ നേതൃനിരയിൽ നിർണായക സ്വാധീനമുള്ള നേതാക്കളാണ് ഇത്തരത്തിൽ ക്രമക്കേട് നടത്തിയിട്ടുള്ളത് എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. ഒരു KPCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പാർട്ടിയുടെ ജില്ലയിൽ നേതൃനിരയിൽ നിർണായക സ്ഥാനത്തുള്ള 3 പേർക്കെതിരെയാണ് ഞങ്ങൾ ഗുരുതര സാമ്പത്തിക ക്രമക്കേടിൻ്റെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ അങ്ങയുടെ പേര് അപകീർത്തിപ്പെടുത്തുന്നതിലും അങ്ങയെ മുൻനിർത്തി അങ്ങറിയാതെ പാലക്കാട്, പുതുപ്പള്ളി, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയങ്ങളിലും തെരഞ്ഞെടുപ്പ് ഫണ്ട് മാറ്റിയതിൽ ഈ KPCC ജനറൽ സെക്രട്ടറി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങയെ നിയന്ത്രിക്കുന്നതും അങ്ങ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും താനാണെന്നും പറഞ്ഞ് കോഴിക്കോട് നഗരത്തിലടക്കമുള്ള നിരവധി വ്യവസായ പ്രമുഖരിൽ നിന്ന് ഉൾപ്പെടെ ഈ KPCC ജനറൽ സെക്രട്ടറി പണം കൈപ്പറ്റിയിട്ടുണ്ട്. പാർട്ടിയെ വിറ്റ് തിന്നുന്ന ഇവന്മാരുടെ കള്ളത്തരത്തിന് ഇനിയെങ്കിലും അറുതി വരുത്തിയില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ അങ്ങും വലിയ വില നൽകേണ്ടി വരും. KPCC ഓഫീസിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ കള്ളക്കൂട്ടുകെട്ടിനെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കും. ഇവിടം കൊണ്ട് പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ തെളിവുകൾ നിരത്തി AICCക്ക് പരാതി നൽകും. ഞങ്ങളുടെ പാർട്ടി ഒരിക്കലും നശിക്കാൻ പാടില്ലാത്തതുകൊണ്ട് മാത്രം ഇപ്പോൾ നിയമ വഴികൾ തേടുന്നില്ല. പക്ഷേ അതിന് അവസരമുണ്ടാക്കി എടുക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഈ പരാതിയിലെ വിശദാംശങ്ങൾ അത് തന്നെയാണ്. 3 നേതാക്കളുടെയും പേര് ഈ ഘട്ടത്തിൽ പരാതിയിൽ പറയാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും വ്യക്തമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കൾക്ക്, കോഴിക്കോടുള്ള DCC ഭാരവാഹികൾക്ക് ഇതിന് ചുമതല വഹിച്ചത് 3 നേതാക്കളാണ്. KPCC ജനറൽ സെക്രട്ടറി, DCC അധ്യക്ഷനടക്കമുള്ള 3 നേതാക്കളാണ് ഇതിന് നേതൃത്വം നൽകിയത്. കോഴിക്കോട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഈ പാർട്ടി ഓഫീസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം, അതുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിവ്, ഇതൊക്കെ 3 നേതാക്കൾക്കായിരുന്നു ചുമതല നൽകിയിരുന്നത്. ആ 3 നേതാക്കളും ആഡംബര വാഹനങ്ങൾ ഇതേ സമയത്ത് തന്നെ
ഫണ്ട് വകമാറ്റി തിരിമറി നടത്തി വാങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ തങ്ങളുടെ ഈ പരാതിക്കാർ പറയുന്നത് KPCC അധ്യക്ഷന് നൽകിയ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്, ഇനി കൂടുതൽ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ AICCക്കും മുതിർന്ന നേതൃത്വത്തിനും പരാതി നൽകും, അല്ല എങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന താക്കീതും KPCC അധ്യക്ഷൻ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്.